എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം രേണുസുതി തന്നെയാണ്. രേണുസുതിയെ ചുറ്റിപ്പറ്റി ഇതിനു വേണ്ടി പ്രശ്നങ്ങൾ എവിടുന്നാന്ന് വെച്ചിട്ടാ. അതായത് നമ്മളൊരു സാധനം കൊണ്ടുവച്ചാൽ അതിന് ചുറ്റും ഈച്ച എങ്ങനെ മാറുമോ അതേപോലെ പ്രശ്നങ്ങളാണ് പുള്ളിക്കാരിക്ക് ചുറ്റും. ഒന്ന് തീരുമ്പോൾ ഒന്ന്, അത് തീരുമ്പോൾ അടുത്തത്, അത് തീരുമ്പോൾ അടുത്തത്, ഇങ്ങനെ പ്രശ്നങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി താമസിക്കുന്ന വീട് പുള്ളിക്കാരിക്ക് സംഭാവനയായിട്ട് കിട്ടിയതാണ്, ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ആ വീടിനെ കുറിച്ച് പുള്ളിക്കാരി കുറേ കുറ്റം അങ്ങോട്ടങ്ങ് പറഞ്ഞ് ഈ കുറ്റം കേട്ടിട്ട് ഈ വീട് പണിത് കൊടുത്ത ആൾ രംഗത്തേക്ക് അങ്ങോട്ട് വന്നങ്ങട്ട്. അപ്പോൾ ഇത് നിങ്ങൾ കുറേ പേര് ചെയ്ത് കണ്ടിട്ടുണ്ടാകും, പക്ഷേ എനിക്കിതിനകത്ത് വിഭിന്ന അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തത്. അപ്പോൾ കൂടുതലായിട്ടില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ രേണുസുതി പുതിയതായിട്ട് താമസിക്കുന്ന വീടിനെ കുറിച്ച് ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കിച്ചു ആ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം. അപ്പോൾ രേണുസുതി വന്നിട്ട് ഈ വീട്ടിൽ ചോർച്ചയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചോർച്ച ഉണ്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് നിങ്ങൾ കണ്ടൊക്കെ ഒരു കുഞ്ഞു ക്ലിപ്പിംഗ് ആയിരിക്കും. നമുക്ക് ഒരു പൂർണ്ണമായ വേർഷൻ ഒന്ന് കണ്ടു നോക്കാം. ചോരുന്നുണ്ട്, അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്നെ. നമുക്ക് എല്ലാരും പറയുന്നില്ല, എന്താ പറയുക, ദാനം തന്ന വീടല്ലേ, നീ എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട്. ശരി, ദാനം തന്നത് അത് വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഞങ്ങൾക്കല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. മഴ പെയ്യുമ്പം ചോരുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമുക്കത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ബെഡ്റൂമില് ഞാൻ കിടക്കുന്നിടത്തില്ല, ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. ഹോളിൽ നന്നായിട്ട് ലീക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത് ആ വീട് മൊത്തം ചോർച്ചയാണ്, ഒരു ചേർച്ചയില്ലാത്ത വീട്ടിൽ മുഴുവൻ ചോർച്ച, ഇതാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി തുടങ്ങിയപ്പോഴത്തേനും ഈ വീട് പണിത് കൊടുത്ത ആള് രംഗത്തേക്ക് വന്നു. പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടോളൂ. ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട്, രേണുസുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത്, വീട് ചോരുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 അല്ല, 200 അല്ല, എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോടുകൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. ഈ രേണുസുതിയെ കുറ്റം പറഞ്ഞത് കൊണ്ട് വ്യൂസ് ഉണ്ടാവും എന്ന കാരണത്താൽ അവരെ കുറെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. ഇതിനകത്ത് ഇദ്ദേഹം അവിടെ ആ വീട് പണിഞ്ഞു കൊടുത്തത് ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ട് വളരെ നന്നായിട്ടായിരിക്കും ഇദ്ദേഹം ആ വീട് പണിതത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോലും തികയാത്ത സമയത്ത് ഇദ്ദേഹം സാമ്പത്തികം ഇറക്കിയിട്ടുണ്ട്. ഇദ്ദേഹം വളരെയധികം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം അങ്ങനെ പണിഞ്ഞ സ്ഥിതിക്ക് ആ വീടിന് ഒരു ചോർച്ചയും വന്നുകൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന അതിനകത്തെ കമ്പുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യാം. നമ്മൾ ഉപയോഗിച്ച സിമെൻറ്റിൻ്റെയൊക്കെ മിക്സ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ, എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡൊന്നും അല്ല. അപ്പോൾ പല പ്രശ്നങ്ങളാൽ ഈ ചോർച്ച ഉണ്ടാവാം. നമ്മൾ എല്ലാ ദിവസവും ഒരു പണി ചെയ്യുന്ന ഒരാൾ, ആ ആൾക്ക് ഒരു ദിവസം ഒരു ചെറിയ പിഴവ് പറ്റിക്കൂടാതൊന്നുമില്ല. അങ്ങനെ പിഴവ് പറ്റി ചോർച്ച വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ചോർച്ച വരാം. രേണുസുതി പറയുന്നത് ആ വീട്ടിൽ ചോർച്ച ഉണ്ടെന്ന് അങ്ങനെ തന്നെ ഇരുന്നുണ്ട്. ആ വീട്ടിൽ ചോർച്ച ഉണ്ട്. ഇവർ പണിഞ്ഞു കൊടുത്തത് ക്വാളിറ്റി ഇല്ലാതെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇവർ വളരെ ക്വാളിറ്റിയോടെ പണിത് കൊടുത്തു. അവർ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ സൈഡിലെ തെറ്റുകൊണ്ടോ, അല്ലെങ്കിൽ കമ്പികളുടെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഡിഫക്റ്റ് കൊണ്ടോ ഇത്തരത്തിലുള്ള ചോർച്ചകൾ വന്നു. കമ്പികളുടെ, ഗ്ലാസുകളുടെ, ഫ്രെയിമുകളുടെ എന്തിൻ്റെ പ്രശ്നമുണ്ട്. ബാക്കിയും കൂടെ കേൾക്കാം. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ്, സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക്. ഇതാണ് അവർ ഈ ചോർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇദ്ദേഹം ശരി അത് ചോർച്ച ഉണ്ടെന്ന് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന തരത്തിലോ ഇദ്ദേഹവും പറയുന്നുണ്ട് ആ വീട്ടിൽ ചെറിയ പാളിച്ചകളുണ്ട്. ആ വലിയ ശക്തമായ മഴ പെയ്യുമ്പോഴത്തേനും ഈ വെന്റിലേഷൻ പോലത്തെ ഒരു സംഭവം, അത് അറിയാൻ മനസ്സിലാകാത്തവർക്ക് വേണ്ടി അതിലെ കൂടെ വെള്ളം എല്ലാം അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഹാളിലും ഋതപ്പൻ്റെ റൂമിലും അല്ലാത്ത റൂമിലും എല്ലാം ചോർച്ച ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം ഈ ഒരു പ്രത്യേക തരത്തിലുള്ള എന്തോ ഒരു ആ സുന വെച്ച സ്ഥാനത്ത് മാത്രം ചോർച്ച ഉണ്ടെന്ന് ഇദ്ദേഹവും തുറന്ന് സമ്മതിക്കുന്നു. ബാക്കി കൂടെ കേൾക്കാം. സഹായിക്കാൻ ക്യാഷ് ഒന്നുമില്ല അവരെ, പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട്, അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. പക്ഷെ എന്നാലും അവർ 5-10 ദിവസം അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ
മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒത്തിരി ആൾക്കാർ പണിതിട്ടുണ്ട്. അവരവരുടെ ചോര നീരാക്കി പണിതാണ്. സമ്പത്ത് കിട്ടാഞ്ഞിട്ടും അവരുടെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടും അവർ അങ്ങോട്ട് എഫേർട്ട് ഇട്ട് പണിത് കൊടുത്ത വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ ക്വാളിറ്റിയിൽ ഇവർ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. എന്നിട്ടും ആ വീടിനെ കുറിച്ച് രേണുസുതി ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ പറഞ്ഞപ്പോഴത്തേനും ഇവർക്ക് ഭയങ്കരമായിട്ട് നൊന്തു എന്ന തലത്തിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അതിനകത്തും നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല, അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം അവരിട്ട എഫേർട്ട് കാണുന്നില്ല എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഇവർക്ക് മനസ്സിലായത്. പക്ഷേ രേണുവിന് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത്, നമുക്ക് വീട് തന്നപ്പോൾ ക്വാളിറ്റി ഉള്ള വീടുകളുണ്ട്, ആ വീടിനകത്ത് ചോർച്ചകളൊക്കെ സംഭവിക്കുന്നത് പരിപാടി അത് എന്നുള്ള രീതിയിലാണ് രേണുവിന് ഇത് മനസ്സിലായത്. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേനും രേണുസുതി വാടക വീട്ടിലായിരുന്നു. ആ വീടിൻ്റെ വാടക പോലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരെ പലരും സഹായിക്കാനായിട്ട് മുമ്പോട്ട് വന്നു. അങ്ങനെയാണ് ഇവർ ഈ വീട് സ്വന്തമാക്കുന്നത്. ഈ വീട്ടിലേക്ക് ഇവർ കയറി പാർക്കുന്നു. ആ വീട്ടിലും ഒരു നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു. കൊല്ലം സുധിക്കും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും വേണ്ടി വെച്ചു കൊടുത്ത വീട്ടിനകത്ത് കിച്ചുവിൻ്റെ ബ്ലോഗിനകത്ത് നമ്മൾ കണ്ടത് രേണുസുധിയുടെ കുടുംബാംഗങ്ങളെല്ലാം ആ വീട്ടിലുണ്ട്. കിച്ചു ഒരു അതിഥിയായിട്ട് മാറി. അപ്പോൾ ആ വീടിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കോൺട്രവേഴ്സികൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം പുതിയൊരു കോൺട്രവേഴ്സിയാണ്, ആ വീട് ചോരുന്നുണ്ട്. രേണു ഒരിക്കലും ഈ വീട് പണിതവരെയോ ഇത് പണി കഴിപ്പിച്ചവരെയോ ഇതിനുവേണ്ടി സഹായിച്ചവരെയോ ഒന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ ആ വീടിനെ കുറ്റം പറയുന്നുണ്ട്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പണിതവർക്കിട്ട് തന്നെയാണ് പോയി കൊള്ളുന്നത്. ഒരാൾ നമുക്കൊരു വീട് ദാനമായി തരുന്നു. അപ്പോൾ അത് നമ്മുടെ അവസ്ഥകൾ കൊണ്ടോ എന്തുകൊണ്ടോ നമുക്കത് ഫ്രീ ആയിട്ട് തരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അതിനകത്ത് ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അതിനങ്ങനെ ഒരു ചോർച്ച ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ സൊല്യൂഷൻ ചെയ്യുക. ഇതിനകത്ത് ഈ വീട് വെച്ച് കൊടുത്ത ഇദ്ദേഹം, ഈ ഫിറോസ് എന്ന് പറയുന്ന ഇദ്ദേഹം സംസാരിക്കുന്നത് ഈ രേണു അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് ഞാൻ യൂട്യൂബേഴ്സിനെ വിളിക്കും, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കൂടെ പണിത് തരണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇദ്ദേഹത്തെ തകർക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ പൊന്നളയോവേ ഞാൻ ഇനി ആർക്കും വീട് വെച്ച് കൊടുക്കത്തില്ല, 5 വീട് ഞാൻ വെച്ച് കൊടുത്ത് ഇനി ഞാൻ ആർക്കും വീട് വെച്ച് കൊടുക്കത്തില്ല എന്നത്തെ ഒരു നിലവാരത്തിലേക്ക് പുള്ളിയുടെ മാനസിക സ്ഥിതിയെ തന്നെ രേണുസുധിയുടെ ആ ഒരു പ്രവൃത്തി മാറ്റി എന്നാണ് പറയുന്നത്. യാതൊരു തെളിവില്ലെന്ന് അദ്ദേഹം അത് പറയുന്നു. അപ്പോൾ രേണുസുധിയുടെ സ്വഭാവത്തിന് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഇതൊരു പ്രശ്നമാക്കേണ്ട പ്രശ്നമാണോ എനിക്കറിയാൻ പാടില്ല. പുള്ളിക്കാരിയുടെ വീടിന് ചോർച്ച ഉണ്ടെങ്കിൽ അത് പുള്ളിക്കാരിയുടെ പേരിലേക്ക് അല്ലെ മക്കളുടെ പേരിലേക്ക് ഈ വീട് മാറ്റിയ സമയത്ത് തന്നെ അത് നിങ്ങളുടെ വീടായി. നിങ്ങളതെല്ലാം ചെക്ക് ചെയ്തിട്ടൊക്കെ നോക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇവരോട് സംസാരിക്കണം, ഇന്ന പ്രശ്നങ്ങളുണ്ട് സോൾവ് ചെയ്ത് തരുമെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പണമുള്ള സമയത്ത് നിങ്ങളത് ക്ലിയർ ആക്കുക, ആ വീട് നശിപ്പിക്കാതിരിക്കുക. കാരണം ഇപ്പോൾ ചോർച്ചയുണ്ട്, അല്ലെങ്കിൽ വിള്ളലുകളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, ഞാൻ വാടക വീട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചൊന്നും എനിക്ക് വലിയ പിടിയില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ അത് കണ്ട് പരിഹരിച്ച് പ്രോപ്പറായിട്ടുള്ള റിനോവേഷൻസ് നടത്തി അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് നടത്തി ആ വീട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇനി തന്നവനെ കുറേ അല്ലെങ്കിൽ തന്ന ആളെ ഇവർ ബ്ലെയിം ചെയ്യുന്നുമില്ല, വീടിനാണ് ബ്ലെയിം ചെയ്യുന്നത്. പക്ഷെ അതിലും കഥയുണ്ടെന്ന് തോന്നുന്നില്ല. ഇനിയൊരു വീണ്ടും ഒരു വാടക വീട്ടിലേക്ക് പോകുന്നത് പ്രയാസമായതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ പൈസ ഉള്ള സാഹചര്യത്തിൽ, നിങ്ങൾക്ക് വർക്കുള്ള സാഹചര്യത്തിൽ ഇതെല്ലാം റിപ്പയർ ചെയ്യുക. വീണ്ടും കോൺട്രവേഴ്സി വലിച്ചിട്ട് ഇവരുമായിട്ട് ആരൊക്കെ സഹകരിക്കുന്നുണ്ടോ എല്ലാം കോൺട്രവേഴ്സിയില്ല. ഇവരുടെ വാലായിട്ട് നടക്കുന്നുണ്ട് പ്രജീഷോ പുള്ളിക്ക് മാത്രം ഒരു പ്രശ്നമില്ല. പുള്ളിക്കാരൻ മാറി ഒരു ഇന്റർവ്യൂവിന് വിളിച്ചാലും പുള്ളിക്കാരൻ അവിടെ നിന്ന് ആടിക്കൊണ്ടിരിക്കും, രേണുസുധി ഉത്തരം പറയും. അല്ലാതെ വന്ന് ചോദിച്ചാലും പുള്ളിക്കാരൻ പുറകെ മൈക്കും പിടിച്ചുകൊണ്ട് വെറുതെ ഇരിക്കും, രേണുസുധി ഉത്തരം പറയും. അതുകൊണ്ട് പുള്ളിക്കാരന് മാത്രം പ്രശ്നമില്ല, അല്ലാതെ ഒരു മുമ്പൊക്കെ വരുന്ന എല്ലാവർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. വീടല്ലേ ഉള്ളേ, പണികൾ വരും, വീടും മെഷീനും എല്ലാം പണികൾ വരും. ശരിയൊക്കെ അങ്ങോട്ട് എടുക്കുക, വീണ്ടും ഇത് പറഞ്ഞ് കുളവാക്കാതെ ഇതിനെക്കുറിച്ച് ഇനി ഒരു എക്സ്പ്ലനേഷൻ ന്യായീകരണമായിട്ട് വരല്ലേ. അപ്പം ചിലപ്പോൾ ഞാൻ എടുത്തിട്ട് അലക്കേണ്ട ഒരു സാഹചര്യം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേ. ബൈ.